വെൽക്കമിങ് എവരി വൺ വൺസ് അഗെയിൻ ടു ജൈജൂസ് ഹോം വീഡിയോസ്. ജൈജുവിന്റെ ഹോം വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സുസ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒരു കറി ഉണ്ടാക്കുന്ന രീതി. നമ്മുടെ നാട്ടിലെ കറിയല്ല, തായ്ലൻഡിലെ കറി. കോഴിയിറച്ചിയും തുളസിയിലകളും ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്ന കറി, അതായത് ചിക്കൻ ആൻഡ് ബേസിൽ. അതാണ് അതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ്. ആദ്യം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല, വളരെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കുന്ന ഭക്ഷണം. അതിന്റെ പേര് അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഫട്ട് കപാവ് കായ്. പേരൊന്നും കേട്ട് പേടിക്കേണ്ട, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കറിയാണ്. മലയാളികൾക്കെല്ലാം ഒത്തിരി ഇഷ്ടപ്പെടും. നല്ലപോലെ എരിവെല്ലാം ഉള്ള ഒരു കറി. Come on, let's do it. ആദ്യമായിട്ട് നമുക്ക് ഈ ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. ചിക്കൻ ഇവിടെ മുറിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണ്ടത് വെളുത്തുള്ളി അഥവാ ഗാർലിക്, പച്ചമുളക്, പിന്നെ തുളസി ഇലകളാണ് വേണ്ടത്. നമുക്ക് നമ്മുടെ നാട്ടിലുള്ള സാധാരണ തുളസി ഇലകളും ഇതിനുപയോഗിക്കാം. അടുത്തതായിട്ട് വേണ്ടത് സോയ സോസ്, ഓയിസ്റ്റർ സോസ്, പിന്നെ ഫിഷ് സോസ്. ഇതിൻ്റെ അളവുകൾ ഞാൻ ആദ്യം തന്നെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ആദ്യമായിട്ട് വെളുത്തുള്ളി ചെറുതായിട്ട് ചതച്ചെടുക്കാം. അതിനുശേഷം പച്ചമുളക് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇതെല്ലാം ചെറുതായിട്ടൊന്ന് ചതച്ചാൽ മതി, നല്ലപോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് തുളസി ഇലകൾ ചെറുതായിട്ടൊന്ന് മുറിച്ചെടുക്കാം. ഇനി ചുവട് കട്ടിയുള്ള ഒരു പാൻ എടുത്ത് സ്റ്റൗവിൽ വെച്ച് നമുക്ക് ചൂടാകുമ്പോൾ ഇച്ചിരി വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് ചതച്ച് വെച്ച ഗാർലിക് ചേർത്ത് നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. ഈ വെളുത്തുള്ളി ഏകദേശം വെന്ത് കഴിയുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് നുറുക്കി വെച്ചിരിക്കുന്ന ഈ ചിക്കൻ പീസുകൾ അതിലേക്ക് ചേർത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം. നല്ല തീയിൽ ഒരു 2-3 മിനിറ്റ് ഇളക്കി കഴിയുമ്പോഴേക്കും ഈ ചിക്കൻ പീസുകളെല്ലാം വെന്തിട്ടുണ്ടാവും. ഇനി നമുക്കിതിലേക്ക് സോസുകൾ ഓരോന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഒഴിക്കുന്നത് ഓയിസ്റ്റർ സോസാണ്. അതിനുശേഷം ഇതിലേക്ക് ഫിഷ് സോസ് ഒഴിച്ചു കൊടുക്കാം. അവസാനമായിട്ട് സോയ സോസ് ഒഴിച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലൈറ്റ് സോയ സോസാണ്, അതുകൊണ്ട് ഇതിനധികം കളർ ഉണ്ടാവുകയില്ല. ഈ സോസുകളെല്ലാം ചേർത്ത് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം 1 ടീസ്പൂൺ പഞ്ചസാര ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം. ചിക്കൻ ഇവിടെ ഏകദേശം നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്തേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തുളസി ഇലകളും കൂടെ ചേർത്തിട്ട് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം.
2-3 മിനിറ്റും കൂടെ നല്ലവണ്ണം ഇളക്കി കഴിയുമ്പോഴത്തേക്കും ഈ തായ് ചിക്കൻ ബേസിൽ റെഡി ആയിരിക്കുകയാണ്. പട്ട് കപ്പാവുക്കായി റെഡി ആയിരിക്കുകയാണ്. ഇത് സെർവ് ചെയ്യുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ കൂടി ചെയ്യാനുണ്ട്. നമുക്ക് ആദ്യമായിട്ട് ഒരു മുട്ട പൊരിച്ചെടുക്കാം. അതിനുശേഷം ഒരു പ്ലേറ്റിലേക്ക് 1 കപ്പ് ചോറ് സെർവ് ചെയ്യുക. ഈ ചോറിന് മുകളിലേക്ക് ഈ ബേസിൽ ചിക്കനും ചേർത്ത് സൈഡിലെ പൊരിച്ച മുട്ടയും വെച്ചിട്ടാണ് സെർവ് ചെയ്യുന്നത്. ഇനി നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ. സൂപ്പർ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതട്ടെ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതെല്ലാവരും ഷെയർ ചെയ്യുക. ഇതുവരെ വീഡിയോ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.